കൊല്ലം സുധി ആൻഡ് ഹിസ് ഫാമിലി. ഇനിയിപ്പോൾ ആ കൂട്ടത്തിൽ ചെറിയ കുട്ടിയുടെ ഇൻ്റർവ്യൂ മാത്രമേ പുറത്തു വരാനുള്ളൂ. ബാക്കി ഇപ്പോൾ രേണു ആണെങ്കിലും കിച്ചു ആണെങ്കിലും ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ചാനലുകൾ അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്, അവർ ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ബൈ ദ വേ, കൊല്ലം സുധിയുടെ മകനായ കിച്ചുവിന് ഞാൻ പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനേടാ നീ ഇനി ഇൻ്റർവ്യൂസ് വെറുതെ കൊടുക്കാൻ നിൽക്കണ്ട. കാരണം ആദ്യമൊക്കെ ഭയങ്കര സപ്പോർട്ടും ഭയങ്കര കയ്യടിയൊക്കെ വരും. ഓക്കെ, ലേറ്റർ ഓൺ നീ സപ്പോർട്ട് ചെയ്ത് ഈ കയ്യടിച്ച ആളുകൾ തന്നെ ഇപ്പം അങ്ങനെ ഉണ്ട് സുധീൻ്റെ മകന് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ പരിപാടിയായിട്ട് ഇറങ്ങും. സോ നിനക്ക് എന്തെങ്കിലും പറയാനും ചെയ്യാനുണ്ടെങ്കിൽ നിൻ്റെ പേഴ്സണൽ പ്രൊഫൈലിൽ, ഓക്കെ, യൂട്യൂബിൽ വീഡിയോ ആണെങ്കിൽ അങ്ങനെ ഇടാം, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അപ്പോൾ ഒക്കെ പേഴ്സണലി ചെയ്ത് കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നുമില്ലല്ലോ. ചാനലുകാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചാനലുകാർ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന് നിന്ന് കൊടുത്താലോ കുറേ ക്വസ്റ്റ്യൻസ് വരും. ഇവരാരും അങ്ങനെ സോഷ്യൽ മീഡിയേൻ്റെ ഈ ഒരു ഫേസിനോട് അത്ര എന്താ പറയുക എക്സ്പോസ്ഡ് ആയിരിക്കില്ല. അപ്പോൾ വരുന്ന ചോദ്യങ്ങൾ അത് ഭയങ്കര സീനായിരിക്കും, കൊടുക്കുന്ന ഉത്തരങ്ങൾ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടും. സോ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്കെന്തോ കണ്ടപ്പോൾ ലാസ്റ്റ് ആ പയ്യനെ വെച്ചിട്ടുള്ള പേര് ഞാൻ ആ ചാനലിൽ പറയുന്നില്ല, ഒരു ആങ്കർ ഇരുന്ന് ചോദിച്ചത് എൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക്കൊക്കെ സൗണ്ട് ചെയ്യാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു ദിവസം 2 ദിവസം മുമ്പ് ഞാൻ ഈ കിച്ചുവിൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഒരു പോസ്റ്റ് കണ്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ രാഹുൽ ദാസ്. ഒരുപാട് പേർക്ക് എന്നെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ അറിയില്ലെങ്കിൽ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മരണപ്പെട്ട സുധിയുടെ മകനാണ്. എൻ്റെ പ്രിയ അച്ഛൻ്റെ മരണത്തിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ചയും താഴ്ചയും ഏറെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും കൊല്ലത്തുള്ള ജീവിതവും എനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും ഘട്ടങ്ങളും നിങ്ങൾ അറിയണമെന്ന് എനിക്ക് തോന്നുന്നു. അതിനായി ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇട്ടിട്ട് ഈ കുട്ടി ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കണ്ടതും പിന്നെ ആ ഒരു പെർട്ടിക്കുലർ ചാനലിലെ ഈ പയ്യനോടുള്ള ഇൻ്റർവ്യൂവും ആ ഇൻ്റർവ്യൂവറിൻ്റെ ക്വസ്റ്റ്യൻസും എല്ലാം കൂടി ആയപ്പോഴാണ് ഞാൻ പോയിട്ട് പോസ്റ്റിന് മെസ്സേജ് അയച്ചു, മോനടാ വേണ്ടടാ, ഇതിനാ വെറുതെ ഇനി ഇൻ്റർവ്യൂ വേണ്ട. എനിക്ക് പറയാനുള്ളത്, അവന് ചാനലുണ്ട്, അവൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ തന്നെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാലം മുമ്പിട്ടുള്ളൊരു വീഡിയോ ആണുള്ളത്. പിന്നെ ഈ പയ്യൻ ഇന്ന് ലൈവ് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ജസ്റ്റ് ലൈവിൽ കയറി ഞാൻ പിന്നെ അങ്ങനെ ഇറങ്ങി. ഒരു 10-48 മിനിറ്റുള്ള ലൈവ് വീഡിയോ ആണ് വന്നത്. അപ്പോൾ ഈ പയ്യൻ്റെ വേറൊരു ഇൻ്റർവ്യൂ, ഓക്കെ, ആദ്യം ഇൻ്റർവ്യൂ പുറത്ത് വന്ന ഒരു ലേഡി ആങ്കറുള്ള ഇൻ്റർവ്യൂ അല്ലാതെ ഓൺലൈൻ മലയാളി എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിനകത്ത് വന്ന ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ ഫസ്റ്റ് ഈ പയ്യന്, ഞാൻ പറഞ്ഞല്ലോ, ഒരു മാനിപ്പുലേറ്റഡ് ഫേസ് ഉണ്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയ്ക്ക്. പറഞ്ഞ കാര്യങ്ങളൊന്നും കംപ്ലീറ്റ്ലി ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ കൊടുക്കില്ല, കൊടുത്താൽ തന്നെ അതിൽ പകുതി മാനിപ്പുലേറ്റ് ചെയ്ത് തംബ്നെയിൽ ചെയ്ത് ക്ലിക്ക് ബൈറ്റ് ആയിട്ട് കയറ്റും. എന്താണോ വീഡിയോയ്ക്കകത്ത് ആൾ പറയുന്നത് ആ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ഈവൻ തംബ്നെയിലോ ടൈറ്റിലോ കൊടുക്കുന്നത്. സോ കാണുന്ന പ്രേക്ഷകർ ഇനീഷ്യലി അത് മാത്രം കണ്ട് തെറ്റിദ്ധരിച്ച് വീഡിയോ പോലും കാണാതെ തിരിച്ചു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അത് കണ്ട് മാത്രം വന്ന് വീഡിയോനടിയിൽ തെറി വിളിച്ചിട്ട് പോകുന്നൊരവസ്ഥ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മാനിപ്പുലേഷൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ സോഷ്യൽ മീഡിയ ആൻഡ് ദ ഇൻ്റർവ്യൂസ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ പയ്യൻ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് ഈ പയ്യനോട് പഠിക്കുന്നതിൻ്റെ ചിലവും പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ആങ്കർ. അന്ന് അവൻ കൃത്യമായിട്ട് അതിന് മറുപടിയും കൊടുത്തു എന്നാണ് പറയുന്നത്, അത് ഫ്ലവേഴ്സാണ് നോക്കണേന്നുള്ളത്. ബട്ട് അതൊന്നും വന്നില്ല എന്ന് മാത്രമല്ല, ഈ ചെക്കൻ്റെ പേരിൽ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് വിട്ടിട്ട് ഇവനെ ഒരുമാതിരി എന്താ പറയുക ആളെ പറ്റിക്കുന്ന പരിപാടി, ഇവനെയും പറ്റിച്ചു നാട്ടുകാരെയും പറ്റിച്ച പരിപാടിയിലാണ് ആ ചാനലുകാർ ചെയ്തു വെച്ചതാണ് അറിയാൻ കഴിഞ്ഞത്. എവിടെ ഇപ്പോൾ പഠിക്കുന്നത്? അരീന ആനിമേഷൻ ചിന്നക്കടയിൽ. എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ലാതെ പോകുന്നു. പോകുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആരാ നോക്കുന്നത്? അതിൻ്റെ ഫീസും കാര്യങ്ങളെല്ലാം ഫ്ലവേഴ്സാണ് നോക്കുന്നത്. എങ്ങനെ അതിൻ്റെ എത്ര വർഷത്തെ കോഴ്സാണ് അത്? 3 ഇയർ കോഴ്സ്. 3 ഇയർ കോഴ്സാണ്. ഇപ്പോൾ എത്ര വർഷമായി? 1 വർഷം ആകുമ്പോൾ, ഓഗസ്റ്റ് ആകുമ്പോൾ 1 വർഷം ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഫ്ലവേഴ്സാണ് പഠിപ്പിക്കുന്നത്, ചിലവും കാര്യങ്ങളൊക്കെ ഫ്ലവേഴ്സാണ് നോക്കുന്നത്. ഈ കുട്ടിയുടെ മാത്രമല്ല, ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയും ഇനി പഠിത്തം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവൻ്റെ ഹയർ സ്റ്റഡീസ് അടക്കം എല്ലാ കാര്യങ്ങളും ഫ്ലവേഴ്സ് നോക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ഗ്യാരണ്ടി അവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതിൻ്റെ മുകളിൽ തന്നെ അവർ കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ടൈമിൽ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നുണ്ട്. ഈ ചാനലിലും പറഞ്ഞു, ഓക്കെ, ഓൺലൈൻ മലയാളി എൻ്റർടൈൻമെൻറ്റ്സിലും പറഞ്ഞു. ഇതിന് മുമ്പ് ഇൻ്റർവ്യൂ എടുത്ത ചാനലിൽ ഈ പയ്യൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ചാനലിൽ അത് കൊടുത്തില്ല.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത് ഭയങ്കര മിസ്റ്റേക്ക് അല്ലേ? ഇപ്പം രേണു സിനിമകളിൽ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ വീഡിയോസ് ചെയ്യുന്നു. അപ്പോൾ രേണു സ്വന്തമായി അധ്വാനിക്കുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് രേണു പറയുന്നു, ഞാൻ അധ്വാനിക്കുന്നത് എൻ്റെ കുടുംബം നോക്കാനാണ്, എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ആളുകൾ ഈ സാധനങ്ങൾ വെച്ച് ഇക്വേറ്റ് ചെയ്യും. ഇപ്പോൾ ഈ പയ്യനെ പഠിപ്പിക്കുന്നത് അന്നിപ്പോൾ ചോദിച്ച സമയത്ത് ഈ സംഗതി ഒന്നും പറഞ്ഞില്ല, ആര് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു പഠിക്കുന്ന ഇന്ന സ്ഥലത്താണ്, പഠിപ്പിക്കുന്നത് ഫ്ലവേഴ്സാന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പലരും വിചാരിക്കും എന്ത്, അയ്യോ ഈ പയ്യനെ കഷ്ടപ്പെട്ട് ആ ഒരു ആംഗിൾ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായ ഒരു ചുമ്മാ മാനിപ്പുലേഷൻ. രേണു ഓൾറെഡി ഈ പയ്യന് വേണ്ടി ചെയ്യുന്നുണ്ട്. പയ്യന് ആവശ്യമുള്ള പൈസകൾ ചോദിക്കുമ്പോൾ രേണു കൊടുക്കുന്നുണ്ട്. കുടുംബത്തിൽ വേറെയും പല ചിലവുകളുണ്ട്. ഒരു കുടുംബമാണ്, ആ കുടുംബത്തിൻ്റെ ഒരു മേജർ റിസോഴ്സാണ് അവർക്ക് എന്തായത്, ആ ഒരു അച്ഛൻ പോയ പോക്കിലാണ് പോയത്, സുധി പോയ പോക്കിൽ പോയത്. സോ അവർക്ക് ഇനി പൈസ എടുത്തു വയ്ക്കണം, ഫ്യൂച്ചർ നോക്കണം. സോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചേ പറ്റൂ. അവർ അധ്വാനിക്കുകയാണ്. ആൻഡ് കൂട്ടത്തിൽ ഫ്ലവേഴ്സ് ഉള്ളത് കൊണ്ട് അവർക്ക് അത് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അത്രത്തോളം എന്ത് വരുന്നില്ല, ഒരു എഫേർട്ട് വരുന്നില്ല. ഓക്കെ, ഇത് പല കാര്യങ്ങളിലും ഈ സാധനം മിസ്ലീഡ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് അത് കൊടുത്തേ പറ്റൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണ്ടേ, അത് കൊടുക്കാതെ ഒരുമാതിരി കളി കളിച്ചതിനെ കുറിച്ചിട്ടാണ് ഇനി ഈ പയ്യൻ പറയുന്നത്. കിച്ചു റീസെൻ്റ്ലി കിച്ചു ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് കിച്ചു ഒരു കമൻറ്റ് വിട്ടിട്ടുണ്ടല്ലേ? ആ കമൻറ്റ് ഇട്ടായിരുന്നു. അതെന്താ അങ്ങനെ ഇടാനൊരു സാഹചര്യം വന്നേ? അത് എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ ആരാ നോക്കുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഫ്ലവേഴ്സിൻ്റെ പേരാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ ഫ്ലവേഴ്സ് എന്നുള്ളത് കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ട്, പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ കമൻ്റ് അല്ല, അത് വേറെ അക്കൗണ്ട് ആയിട്ടുള്ള കമൻറ്റാണ്. അതെങ്ങനെയാണ്? കിച്ചുവിൻ്റെ അക്കൗണ്ട് അല്ലേ അത്? അല്ലല്ല, അത് എൻ്റെ അക്കൗണ്ട് അല്ല, അത് വേറെ അക്കൗണ്ട്. അത് വേറെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് അവർ തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം, അവർ എന്നെ പിൻ ചെയ്തായിരുന്നു. ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ ഇങ്ങനെ മാറ്റാൻ കാരണം. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എന്തോ ഓഡിയോ ആ ടൈമിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് പിൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അവർ ആ കമൻ്റ് അല്ല പിൻ ചെയ്തേക്കുന്നത്, വേറെ അവർ തന്നെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതെടുത്ത് പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അല്ല, അപ്പോൾ അത് കിച്ചുവിൻ്റെ അക്കൗണ്ട് അല്ല അത്? അല്ലല്ല, എൻ്റെ അക്കൗണ്ട് അല്ല, അത് പിൻ ചെയ്ത് വെച്ചേക്കുന്നത് എൻ്റെ അക്കൗണ്ട് അല്ല. അപ്പോൾ കിച്ചുവിൻ്റെ അക്കൗണ്ട് ഏതാ? എൻ്റെ അല്ലാണ്ട് കിച്ചു എന്നുള്ള താഴെ അതിൻ്റെ താഴെ തന്നെ കിടപ്പുണ്ട്. ആ, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിൻ ചെയ്ത് വെച്ചേക്കണതിന് എങ്ങോട്ട് 9,000 എങ്ങോട്ട് ലൈക്കോ കമൻസോ സാധനങ്ങളൊക്കെ അത് എഴുതിയേക്കുന്ന രണ്ടും സെയിം കാര്യങ്ങളാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ അക്കൗണ്ട് അല്ലെന്ന്. ഓ, അപ്പോൾ അവർ വിളിച്ച് സംസാരിച്ചില്ലായിരുന്നോ? ഞാൻ കാര്യം പറഞ്ഞു, ഈ പിൻ ചെയ്ത കാര്യം ഞാൻ സംസാരിച്ചില്ല പിന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേണു അമ്മ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ രേണു അമ്മ ഇതിന് പൈസ മുടക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എൻ്റെ എന്തെങ്കിലും ചിലവിന് എന്തെങ്കിലുമൊക്കെ ചില്ലറ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ല ഇല്ല, പഠിത്തം കാര്യമൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സ് തന്നെ മൊത്തം. ഈ മന്ത്ലി കറക്റ്റായിട്ട് അവർ ഫീസ് അവർ കോളേജിലേക്ക് അടയ്ക്കുവാണോ അതോ കോളേജിലോട്ട് അടയ്ക്കുന്നത്? അത് കിച്ചു വിളിച്ച് പറയേണ്ട ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രാവശ്യം മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പറയുകയും ചെയ്തത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസം മുമ്പോട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പയ്യൻ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഒരു ചാനലിൽ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിത്തം അടക്കം കുറച്ച് കാര്യങ്ങൾ ഒരു ചാനൽ ഏറ്റെടുക്കുകയാണ്. ഓക്കെ, ഒരു വലിയ കാര്യമാണ്. ഇത് ഭയങ്കര സീനാവാൻ ചാൻസ് ഉള്ള ഒരു പരിപാടിയാണ്. കാരണം ഒരു ഇൻ്റർവ്യൂവിനകത്ത് സംസാരിച്ചതിൽ ആ ചാനൽ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ കാര്യം മാത്രം ചാനലിൻ്റെ പേര് കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ ഓഡിയോ മിസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അവർ. ഓക്കെ, ഓഡിയോ മിസ്സായിപ്പോയി, ആ ഒരു പോർഷനിൽ മാത്രം ഓഡിയോ മിസ്സായി പോവാതിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ആ പോർഷൻസ് ഒന്നും ഇടരുത്. അതിനെ റിലേറ്റ് ചെയ്തുള്ള എഡ്യൂക്കേഷനിൽ റിലേറ്റ് ചെയ്ത് ഒരു കാര്യം ഇടാതെ അത് ക്ലോസ് ചെയ്യേണ്ടിയിരുന്നു. കാരണം എഡ്യൂക്കേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനം ഇടുമ്പോൾ ഇത് പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചെങ്കിൽ നാളുകളിൽ ആ പെർട്ടിക്കുലർ ചാനൽ 1-2 ഇൻ്റർവ്യൂവിൽ ഈ കുട്ടി നമ്മളൊന്നും പറയുന്നില്ലല്ലോ, മേ ബി അത് കട്ടായി പോകാനുള്ള ചാൻസും ഉണ്ട്. ചെയ്യുന്നവർ ചെയ്യും, പക്ഷേ ഞാൻ കട്ടാക്കും എന്നല്ല പറയുന്നത്. ബട്ട് കട്ടാവാൻ ചാൻസ്, ഈഗോ ഹേർട്ടാവില്ലേ മനുഷ്യന്മാരത്? കാരണം ചോദിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഓക്കെ, വിദ്യാഭ്യാസം എങ്ങനെ പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പോകും. അപ്പോൾ ആളുകൾ ഇക്വേറ്റ് ചെയ്യുക എന്താ, രേണു ഭയങ്കരമായിട്ട് അവിടെ കഷ്ടപ്പെട്ട് ജോലി എടുത്തിട്ട് കുട്ടിയാണ്. ആ സീനിലേക്ക് ആൾക്കാർ അത് ഇക്വേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ചാനലിന് പൊതുവേ എന്ത് ചെയ്യും, ഒരു ഈഗോ പൊട്ടും. ആ ഒറ്റ കാരണം മതി. ഈ പയ്യനും ഇല്ലെങ്കിൽ ഇനി അടുത്തൊരു കുട്ടിക്കും എന്ത് ചെയ്യാൻ, അവർ നിർത്തും, അത്രേ ഉള്ളൂ അവർക്ക്. അപ്പോൾ കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. ഇപ്പോൾ ഒരു ചാനലിൽ വേറൊരു ചാനലിൻ്റെ പേര് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണോ, അതോ അവിടെ മാത്രം ഓഡിയോ കട്ട് ചെയ്ത് പോയതാണോ എന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും അത് കൊടുത്തില്ല.
അതിന് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് ഈ പയ്യൻ എന്ത് ചെയ്തു, നിങ്ങൾ ആലോചിച്ച എൻറ്റയർ ഇൻ്റർവ്യൂവിൽ ആ ഒരു പോർഷനിൽ ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് ഈ കുട്ടി പോയിട്ട് കമൻ്റ് ഇടുകയാണ്, ഫ്ലവേഴ്സ് എന്നുള്ള രീതിയിൽ കമൻ്റ് ഇടുകയാണ്, ഫ്ലവേഴ്സ് ആണ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ കുട്ടി അത് കമൻ്റ് ഇടണമെങ്കിൽ ആ പോർഷനിൽ അത് മിസ്സായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ പറഞ്ഞു പോകുന്ന ഒരാൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കില്ലല്ലോ. അപ്പോൾ മേ ബി ഈ കുട്ടിക്ക് അതിൻ്റെ ഒരു പുഷ് വന്ന് കാണും, എന്തുകൊണ്ട് നമ്മളെ പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടത് സ്ട്രെസ് ചെയ്തില്ല. ഈ കുട്ടി എന്ത് ചെയ്യുന്നു, അവിടെ പോയിട്ടൊരു കമൻ്റ് ഇടുന്നു. ഓക്കെ, കമൻ്റ് ഇട്ട കമൻ്റ് ഈ കുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നുള്ള കമൻ്റ് അല്ല അവിടെ പിൻ ചെയ്ത് വെച്ചത്. അതാണ് അതിലും വലിയൊരു ഉടായ്പ പരിപാടി ആ ചാനലിൽ കാണിച്ചത്. ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം. കിച്ചു സുധി എന്ന് പറഞ്ഞിട്ട് ഇവരുടെ തന്നെ ഈ ചാനലുകാരുടെ കയ്യിൽ തന്നെയുള്ള വേറെ ഏതോ അവരുടെ ബോട്ട് അക്കൗണ്ട് കൊടുത്തിട്ട് അതിനകത്ത് ഈ പേരും മാറ്റി, നമസ്കാരം, ഞാൻ നിങ്ങളുടെ കൊല്ലം സുധിയുടെ മകൻ കിച്ചു ആണ്. ഞങ്ങളെ ഇത്രയേറെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും, പഠനത്തിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഫ്ലവേഴ്സിനും നന്ദി. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാകുമെന്ന് കരുതുന്നു. ഒരുപാട് നന്ദി. പയ്യൻ പറയുന്നത് അവൻ തന്നെ അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒഫീഷ്യലി എഴുതിയിട്ടതാണ്. അത് കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് അവൻ്റെ പേരിൽ തന്നെ ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് എങ്ങനെ സാധിക്കുന്നുണ്ട്? വേറെ നമ്മൾ ഫേക്ക് അക്കൗണ്ട്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരി, ആ ചെക്കൻ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു മൂഞ്ചിപ്പെട്ടു പോകും. ആ ചെക്കൻ്റെ പേരിൽ ഫേക്ക് അക്കൗണ്ട്. ഈ കിച്ചു സുധി എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊരു കമൻറ്റ് ഇട്ടു അവിടെ. അതിന് 13K ലൈക്കാണ് ഞാൻ ലാസ്റ്റ് നോക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പം 13,000 ആളുകളും പ്രൊഫൈലുകളും വിചാരിക്കുന്ന ഈ കിച്ചു സുധി എന്നുള്ള ഈ ഒരു അക്കൗണ്ട് ഒറിജിനൽ അക്കൗണ്ടാണ്. ഓക്കെ, ഇതേ പേര് ഉപയോഗിച്ച് നാളെ അവർ വേറെ പല പണ്ടിട്ട കമൻസിന് തന്നെ ഇത് കിച്ചു സുധി എന്ന് പറഞ്ഞിട്ടാണ് വരിക. ഞാൻ നോക്കുന്ന സമയത്ത് പണ്ട് ഒരു കുറേ വീഡിയോനടിയിലിട്ട കമൻറ്റ് ഈ ഫേക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഇത് ഏത് അക്കൗണ്ടാണ് അവർ പേര് മാറ്റിയത് ആ അക്കൗണ്ട് പണ്ടുള്ള വീഡിയോസിനടിയിലിട്ട കമൻറ്റും ഇപ്പോഴും കിച്ചു സുധി പോയിട്ട് കമൻറ്റ് ഇട്ടുന്നേ വരുള്ളൂ. നാളെയും ഇത് കിച്ചു സുധി പേര് മാറ്റാതെ ഇവരെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഇത് മിസ്യൂസ് ചെയ്ത് എന്ത് ചെയ്യും ഈ പയ്യൻ? ഒരു ചാനൽ ചെയ്യേണ്ട പരിപാടിയാണോ അതൊക്കെ? ഒരു ചാനൽ ചെയ്യുന്ന പരിപാടിയാണോ അതൊക്കെ? ഇജാതി മാനിപ്പുലേഷനും കുരുട്ട് പരിപാടിയും നാളെ മനൊന്നുമില്ല ഇവർക്കൊന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ആ പയ്യൻ്റെ ഒറിജിനൽ ചാനലിൽ നിന്ന് വന്ന കമൻറ്റ് എന്തുകൊണ്ട് അവിടെ പിൻ ചെയ്ത് വെച്ചില്ല? ആ പയ്യൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് കയറും, അല്ലെങ്കിൽ ആ പയ്യന് കുറച്ചും കൂടി വിസിബിലിറ്റി കിട്ടും എന്നുള്ളത് പേടിച്ചിട്ടാണോ അവർ ഈ പണി കാണിച്ചത്? എനിക്ക് തോന്നുന്നത്. കാരണം ആ പയ്യൻ യൂട്യൂബിൽ ഒരു വീഡിയോ കിടക്കുന്നുണ്ട്, അവൻ്റെ ഇൻസ്റ്റയിൽ അവൻ ആ യൂട്യൂബ് ചാനലിൽ അവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രേക്ഷകർക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. അവൻ അതിൽ വീഡിയോ ആണെങ്കിൽ അത് പോയി കണ്ടു കഴിഞ്ഞാൽ അതൊരു സഹായമാണ് ആ പയ്യന്. അപ്പം അതിന് വിസിബിലിറ്റി കിട്ടരുത് എന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു, നൈസായിട്ട് വേറെ ഇവരുടെ തന്നെ ഒരു അക്കൗണ്ട് കൊണ്ടുപോയിട്ട് വയ്ക്കും. എന്ത് ഉടായ്പയുടെ ഇതൊക്കെ ഇങ്ങനത്തെ ഉടായ്പകളൊക്കെ ഉള്ളത് കൊണ്ടൊക്കെയാണ് ഞാൻ ഈ പയ്യന് പേഴ്സണലി ഞാൻ അങ്ങനെ അങ്ങോട്ട് കയറി പേഴ്സണൽ മെസ്സേജസ് അയക്കുന്നത് വളരെ കുറവാണ്. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുറവാണ്. ഇത് ഞാൻ അങ്ങോട്ട് കയറി മെസ്സേജ് പറയാൻ തന്നെ കാരണം അതാണ് ഉണ്ടായത്. അതായത് ചുമ്മാ ഇതേപോലെ എന്തെങ്കിലും ഒരു ഉടായ്പ് പരിപാടി പോയി ഇൻ്റർവ്യൂ പോയി ഇരുന്നിട്ട് ആ ചാനലുകാർ അവരുടെ മാക്സിമം ബെനിഫിറ്റിന് അവരുള്ളത് എറിഞ്ഞും കുത്തി നോക്കും. ഓക്കെ, എന്തായാലും ഇന്നും ഇവരുടെ ഇപ്പോൾ രേണും ഈ പയ്യനും കൂടിയുള്ളൊരു വീഡിയോയും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇവർ കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറച്ചാണ് സംസാരിക്കുന്നത് ഈ പയ്യെന്നുണ്ടെങ്കിലും അവൻ കാര്യം കൃത്യം പോലെ പറയുന്നുണ്ട്. രേണു ആണെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നല്ലത്. അപ്പം ഇതിപ്പോൾ അഹങ്കാരമാണ് ആ രേണുവിൻ്റെ, അല്ലെങ്കിൽ മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറയുന്നവരങ്ങനെ അതങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എങ്ങനെ സംസാരിച്ചാലും, കരഞ്ഞ് സംസാരിച്ചാലും, ചിരിച്ച് സംസാരിച്ചാലും, ദേഷ്യപ്പെട്ട് സംസാരിച്ചാലും ഇതിനൊക്കെ മറുവശം പറയുന്ന ആളുകൾ കാണും. പിന്നെ ഇവരുടെ ഓപ്ഷനാണ്. ഈ പയ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പയ്യൻ ചെറുതാണ്. ഓക്കെ, പയ്യനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രേണു ബെറ്റർ ഈ കുട്ടികളെ, ആ ചെറിയ കുട്ടിയും ഈ മൂത്ത കുട്ടീനെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുകയാണ് ഈ ഇൻ്റർവ്യൂകളിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു സമാധാനവും മനസ്സമാധാനവും കിട്ടും. പിന്നെ ഇതിനിടയിൽ വേറൊരു ബിൽഡപ്പ് നടക്കുന്നുണ്ടോയെന്നും എനിക്ക് ഡൗട്ടുണ്ട്. ഈ ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ വന്നില്ല, ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ വന്നോ, ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ വന്നപ്പോൾ എന്താ കൊണ്ടുവന്നേ, എന്തുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ വരുന്നില്ല, ഇതിങ്ങനെ ബിൽഡാവുന്നുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ബിൽഡ് ചെയ്ത് ദിവസവും ചെല്ലുന്നുണ്ട്. കാരണം രേണുവിനെ കാണുമ്പോഴും ലക്ഷ്മി നക്ഷത്രം എന്താ വീട്ടിൽ വരാത്ത ചോദിക്കുന്നു, ലക്ഷ്മി നക്ഷത്രനെ കാണുമ്പോഴും എന്തുകൊണ്ട് സുധീൻ്റെയും രേണുവിൻ്റെ വീട്ടിൽ പോയില്ല എന്ന് ചോദിക്കുന്നു. ഇത് മാക്സിമം ഒരു ഹൈപ്പിൽ ബിൽഡ് ചെയ്ത് കൊടുന്ന് വെച്ചിട്ട് ഒരു ദിവസം ഉണ്ടാവും മക്കളെ ലക്ഷ്മി നക്ഷത്രൻ്റെ ഒരു പോക്ക്. സുധിലയം അതന്നെ വീടിൻ്റെ പേര് തോന്നുന്നുണ്ട്. ഇവർ വെച്ചു കൊടുത്ത പുതിയ വീട്ടിലേക്ക് കുട്ടികളെയും രേണുവിനെയൊക്കെ കാണാൻ ലക്ഷ്മി നക്ഷത്രൻ്റെ ഒരു പോക്കുണ്ട് മോനെ. ബീജമൊക്കെ ഇട്ട് താറിൽ പൊളിച്ചൊരു പോക്ക്. മില്യൺ വ്യൂ. അതിൻ്റെ ഒരു ബിൽഡപ്പിക്കാണോ ഈ സാധനം കൊണ്ടുപോകണേ ഇവർ? ഈ ലക്ഷ്മി നക്ഷത്രം വന്നില്ലേ എന്നുള്ള സാധനം
ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അയക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം പേഴ്സണലി.